ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തത് എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ സഫലമാകുന്നതിന് യൂണിവേഴ്സ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് എടുക്കുന്നത്. ആദ്യം നിങ്ങളുടെ എനർജി എടുക്കും. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്ത കാര്യം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ടത്. ഒരുപാട് പേര് കാണുന്ന റീഡിംഗ് ആണ്. അപ്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകും, മറ്റ് ചിലത് മറ്റ് വ്യക്തികൾക്ക്. എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ആകണമെന്നില്ല. ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിംഗ് എടുക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്ന യൂണിവേഴ്സിനായി നന്ദി. യൂണിവേഴ്സിലെ എല്ലാ ശക്തികളും ഈ കാർഡിലേക്ക് ഞാൻ ചോദിക്കുന്നു. യൂണിവേഴ്സ് ഗൈഡ് ചെയ്ത് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ദൂതന്മാരെ ഞാൻ കാവൽ നിർത്തുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. യൂണിവേഴ്സ്. താങ്ക് യു. പേജ് ഓഫ് സോഡ്, 9 of Pentacle, Ace of Pentacle. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം പുതിയതായിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടേതായ ഗ്രോത്തിലേക്കൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധ വയ്ക്കുന്നത്. നിങ്ങൾ സാമ്പത്തികപരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നു. നിങ്ങൾ മീഡിയയിലൊക്കെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ വ്യഗ്രത കൂട്ടുന്നു. ഒരു കൊടുങ്കാറ്റൊക്കെ നിങ്ങൾക്ക് അടിക്കുന്നുണ്ട്. ജീവിത പ്രശ്നങ്ങളാണ് ആ കൊടുങ്കാറ്റെന്ന് പറയുന്നത്. ആ ഒരു കൊടുങ്കാറ്റിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ സംഭവിക്കുമ്പോൾ പോലും ഈ മേഘങ്ങളെന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെയാണ്. ഇവിടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട് വഴിയെങ്കിലും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വല്ല ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾ മൂവ് ഓൺ ചെയ്തു, പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ തീരുമാനിച്ചു. മനസ്സൊക്കെ നല്ല സ്ട്രെങ്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു, മനസ്സ് സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ട്. എങ്കിലും തിരിഞ്ഞു നോക്കുകയാണ്. പൂർണ്ണമായിട്ട് അവിടെ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല. എങ്കിലും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ നോക്കുകയാണ്. ഇനി നിങ്ങളുടെ മെസ്സേജ് വന്നോ, വരാനുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്നത് 9 നമ്പർ വന്നിട്ടുണ്ട്, 11 നമ്പർ വന്നിട്ടുണ്ട്, 1 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. ജനുവരി മാസം. ഓക്കെ, 9-ാം മാസവും വന്നിട്ടുണ്ട്, 11-ാം മാസവും വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത് യൂണിവേഴ്സ്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ സ്പിരിച്വലായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ലഭിച്ചിട്ട് നിങ്ങൾ പിന്നും നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു എനർജി കൂടിയാണ് ചില വ്യക്തികൾ കടന്നു പോകുന്നത്. ജീവിതത്തിൽ സർവ്വതും നേടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ജോലിയാണെങ്കിലും സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് പുരോഗതി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ജോലിയിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സന്തോഷമായിരിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കിപ്പോൾ മനസ്സമാധാനം ലഭിക്കുന്നുണ്ടായിരിക്കാം. എന്ത് ലഭിച്ചിരുന്നാലും ഒരു കപ്പിൻ്റെ കുറവുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണാണ്. ആ പേഴ്സണ് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയം തിരിഞ്ഞു നോക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നിങ്ങൾ ഒരു മദറിങ് നേച്ചറുള്ള അല്ലെങ്കിൽ ഒരു മദറിങ് കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പം മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഇത് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെ അങ്ങനത്തെ ഒരു ശീലമില്ലായിരുന്നെങ്കിൽ ഇപ്പം മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നതിനും അല്ലെങ്കിൽ അങ്ങനെ ഒരു കെയറിങ് കൊണ്ടുപോകുന്നതിലും നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധ വയ്ക്കുന്നുണ്ട്.
പക്ഷികളെ ആണെങ്കിലും മൃഗങ്ങളെ വളർത്തുന്നതിനും പെറ്റിനെ വളർത്തുന്നതിനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ചില വ്യക്തികൾ പെറ്റിനോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഗ്രോത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗ്രോത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുന്നത് പോലെ മറ്റുള്ളവരെ ഉപദേശിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം സാമ്പത്തികമായും ഉയർച്ചയിൽ വരികയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, എങ്കിലും പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപാട് പെയിൻ സിറ്റുവേഷൻ, നിങ്ങൾ പകൽ മുഴുവനും സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു 3 സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾ ഭയങ്കര രീതിയിൽ സന്തോഷിക്കും. മറ്റുള്ളവരെ കാണിക്കാനാണോ എന്നറിയത്തില്ല. അവരോടൊപ്പം എനിക്ക് വിഷമങ്ങളൊന്നും ഇല്ല, ഞാൻ ഹാപ്പിയാണ് എന്ന് വീട്ടുകാരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാപ്പി ആകാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പം അവർ വിചാരിക്കും നിങ്ങൾ ഹാപ്പിയാണ് എന്ന്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഇതുപോലെ ഒരു ചെറിയതായിട്ട് നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് ഇതുപോലെ കണ്ണ് പൊത്തിയിരുന്ന് നെഞ്ച് പൊട്ടിയിരുന്ന് കരയുന്ന അവസ്ഥ നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾ വീണ്ടും സ്ട്രോങ് ആവും. ഞാൻ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും, എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. ആ കണ്ണീര് തുടച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ ധൈര്യപ്പെടും. അപ്പം നിങ്ങൾക്കിപ്പം 3 ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു 3 ഫേസിലൂടെ, ഈ ഒരു 3 എനർജിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുന്നുണ്ട്. 3 പ്രാവശ്യം 9 വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്പ്, 9 ഓഫ് സോഡ്, 9 ഓഫ് പെൻഡിക്കിൾ, 3ഉം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഏതൊരു ജോലി, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓഫർ തന്നിട്ടുണ്ടായിരിക്കാം. ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ഗിഫ്റ്റ്, നിങ്ങൾക്ക് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ആരെങ്കിലും തരുന്നുണ്ട്. ഇപ്പോൾ ഗ്രോത്താണ്, എല്ലാം സ്റ്റേബിളായിട്ടുണ്ട്. നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ചയിലേക്ക് പോകുകയാണ്. ഓക്കെ, ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഓഫർ തരാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം ഇപ്പം അനുകൂലമായി വരുന്ന സാഹചര്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേ ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികളാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. നിങ്ങൾക്കൊരു ഓഫർ തരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളെ മുന്നേ പരിചയമുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങളുമായിട്ട് ഒരുപാട് സ്നേഹത്തിലായിരുന്ന വ്യക്തികളായിരിക്കും മുമ്പ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണാണ്. സമയം ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായി വരികയാണ്. നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്ങും കാര്യങ്ങളും വരുന്ന സമയമാണ്. എനിക്ക് തോന്നുന്നു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് പോസിറ്റീവ് വരികയാണ്. ഓക്കെ, ഒന്നുകിൽ ജോലി ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേ ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, മെസ്സേജ് വരുന്നുണ്ട്, കോള് വരുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള സ്നേഹം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെയാണ് ഓഫർ വരുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ മാനസികമായിട്ടാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ മനസ്സ് ഒരുപാട് പഴയ ഒരു ഇല കൊഴിഞ്ഞ ഒരു വൃക്ഷം പോലെ ആയിരുന്നു എങ്കിൽ, ഇനി പ്രതീക്ഷകളൊന്നുമില്ല ജീവിതത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കിയില്ല, ഇനി ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന മനസ്സ് ഇപ്പോൾ തളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മാനസികമായി സ്ട്രോങ് ആയിട്ടുണ്ട്, സ്റ്റേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കലങ്ങി ഒഴുകിക്കൊണ്ടിരുന്നതായിട്ടുള്ള നിങ്ങളുടെ മാനസിക അവസ്ഥ, ഇമോഷണൽ സിറ്റുവേഷൻ ഇപ്പം ഒരു സാവധാനം വളരെ ശാന്തമായിട്ട് ഒഴുകുന്നു. ഓക്കെ, ഇതിനു മുന്നേ മലവെള്ളം കുത്തി ഒലിക്കുന്നത് പോലെ ആയിരുന്നു നിങ്ങളുടെ മാനസികാവസ്ഥയെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാം വളരെ ശാന്തമായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെ തൊട്ടിരിക്കുന്നു. യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. യൂണിവേഴ്സിൻ്റെ കൈ നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ തൊട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പവർ ലഭിച്ചതിൻ്റെ ഒരു ഫീലിംഗ് ആണ്. നിങ്ങളെ തൊട്ടതുപോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്നും ഡബിൾ എനർജി ഇല്ലാണ്ടായിരിക്കുന്നു. ഓക്കെ, അസ്തമിച്ചിരിക്കുന്നു, സ്റ്റോപ്പ്, ഡെത്ത് ആയിരിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഡബിൾ എനർജി മാറിയിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്. നിങ്ങളിപ്പോൾ ഒരുപാട് അട്രാക്റ്റീവ് ആവാൻ പോകുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഓക്കെ, നിങ്ങളെ മറ്റുള്ള വ്യക്തികൾ ഒരുപാട് അട്രാക്റ്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നും. നിങ്ങളുടെ സൗന്ദര്യത്തിലാണെങ്കിലും ശരി തന്നെ മറ്റുള്ള വ്യക്തികൾ ഒരുപാട് അട്രാക്റ്റ് ആകുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടായിരിക്കും, ഒരു റിലേഷൻ ബേസിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകും. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി എടുക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് കേൾവി മദർ എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ് ഇപ്പോൾ? പ്ലീസ് കേൾവി എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇപ്പോൾ? പ്ലീസ് കേൾവി മദർ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇപ്പോൾ? പ്ലീസ് കേൾവി മദർ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇപ്പോൾ? പ്ലീസ് കേൾവി മദർ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ എനർജി എന്താണ് ഇപ്പോൾ? ഓവറോൾ എനർജി എന്ന് പറയുന്നത് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. എന്തെങ്കിലും രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ജഗിൾ ചെയ്യപ്പെടുന്നു. ഓക്കെ, അവരുടെ ലൈഫിൽ എന്തോ അവസാനിച്ചിരിക്കുന്നു, അവരുടെ ജീവിതത്തിൽ എന്തോ അവസാനിച്ചിരിക്കുന്നു. ചിലപ്പോൾ അവരുടെ റിലേഷനിലുള്ള എന്തെങ്കിലും പ്രായമായ വ്യക്തികൾക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിൽ എന്തോ അവസാനിച്ചിരിക്കുന്നു. അവരുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും അവസാനമായിട്ടുണ്ട്, അല്ലെങ്കിൽ പുതുതായിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ ബന്ധത്തിലോ എവിടെയെങ്കിലും ഒരു പുതിയ കുഞ്ഞ് പിറന്നിരിക്കുന്നതാണ്. ഓക്കെ, ഒരു മരണമോ ഒരു ജനനമോ അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു, അവരുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നു. ഫാമിലിയിലായിരിക്കാം, രക്തബന്ധങ്ങളിലായിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം 9 ഓഫ് വാണ്ട് എന്താണ് കൊണ്ടുവന്നത്. അവരൊരുപാട് ബേർഡനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർ വെയിറ്റ് ചെയ്യുകയാണ്, എന്തിനോ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഒരുപാട് മത്സരങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ അവരുടെ പിന്നിലുണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, അവരുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും അവരോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വ്യക്തികൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ ഈ ഒരു സമയത്ത് ഹെർമിറ്റ് മൂഡാണ്. മുന്നോട്ട് എന്താണ് വഴി എന്ന് അറിയത്തില്ല, എങ്കിലും സ്റ്റക്ക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവർ വെയിറ്റ് ചെയ്യുക, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റിലേഷൻഷിപ്പിനായിരിക്കാം, അതല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തോ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ, കാരണം അവരെ പിന്തുടരുന്നതായിട്ടുള്ള കുറച്ച് വ്യക്തികൾ ഉണ്ട്. അവർക്കെതിരെ നിൽക്കുന്നതായിട്ടുള്ള കുറച്ച് വ്യക്തികളുണ്ട്. അതുകൊണ്ട് അവർ വളരെ സൂക്ഷിച്ചാണ് പോകുന്നത്. യൂണിവേഴ്സും അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്: വളരെ സൂക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എടുപിടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ശ്രദ്ധാപൂർവ്വം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെച്ച് വേണം പോകാൻ. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരിപ്പോൾ ഒരു ചെറിയ പ്രകാശത്തിൽ കൂടിയാണ് പോകുന്നത്. അത് യൂണിവേഴ്സിൻ്റെ ഒരു വിശ്വാസമാണ്, ഒരു ദൈവവിശ്വാസത്തിൻ്റെ മുകളിൽ കൂടിയാണ് അവരിപ്പം മുന്നോട്ട് കടന്നു പോകുന്നത്. അവർ തൻ്റെ ആത്മാവിനോട്, തൻ്റെ സോളിനോട് തന്നെയാണ് ചോദിക്കുന്നത്. ഇൻറ്റ്യൂഷൻ പവർ എന്താണോ ദൈവത്തോട് ചോദിച്ചിട്ട് എന്താണോ പറയുന്നത്, ദൈവം പറയുന്നത് പോലെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എടുക്കാം. ഇപ്പോൾ പേഴ്സൻ്റെ സിറ്റുവേഷനാണ് നോക്കുന്നത്, പേഴ്സൻ്റെ എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേഴ്സൺ ആരോടൊക്കെ എന്തൊക്കെയോ വഴക്കോ പ്രശ്നങ്ങളോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് പോലെ സംഭവിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഒരു 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അവരെന്തൊക്കെ ശരിയാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അത് വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അവരാഗ്രഹിക്കുന്നതായ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അവർ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അതെല്ലാം തകർന്ന് വീഴുന്നുണ്ട്. അവരുമായിട്ട് വഴക്കിടുന്നതിനും അവരെ തകർക്കുന്നതിനും വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ചിലപ്പോൾ അവരുടെ ജോലി സ്ഥലത്തായിരിക്കാം, അവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളുണ്ട്. ചില പൈസ അവർ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ അവർക്ക് തിരിച്ച് ലഭിക്കുന്നില്ല. ആ പൈസ അവിടെ കൊടുത്തതിന് കയറി ഇറങ്ങുകയാണ്. നിങ്ങളുടെ പേഴ്സൺ പൈസയും കൊടുത്തിട്ട് സമ്പാദ്യവും താൻ അധ്വാനിച്ച സമ്പാദ്യം കൊണ്ട് എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ കയറി ഇറങ്ങുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തിനോ വേണ്ടി, ചിലപ്പം ബിസിനസ് പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അതിനുവേണ്ടി അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. വീണ്ടും 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 പൈസ പരമായിട്ട് അവിടെ ഒരു ഭിക്ഷക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു ഭിക്ഷക്കാരിയെ പോലെ അത് നടക്കുമോ കിട്ടുമോ എന്ന് ചോദിച്ച് ആ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ചില വ്യക്തികളെടുത്തോ കയറി ഇറങ്ങുകയാണ്. ഓക്കെ, ചിലപ്പോൾ സാമ്പത്തികപരമായിരിക്കാം അല്ലെങ്കിൽ വ്യക്തിപരമായിരിക്കാം.
വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാര്യം നടക്കുമോ എന്ന് ഒരു വ്യക്തികളെടുത്ത് കയറി ഇറങ്ങുന്ന അവസ്ഥയാണ്. ഓക്കെ, ഒരു ഭിക്ഷക്കാരെങ്ങനെയാണ് ചെല്ലുന്നത്, ആ സമയത്ത് ഒന്നും കിട്ടാതെ തിരിച്ചു വരും, വീണ്ടും അതുപോലെ തന്നെയാണ്. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് തിരിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ കയറി ഇറങ്ങുന്നത്. ഓക്കെ, അതിൻ്റെ ടെൻഷനിലൂടെയാണ് പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വളരെ വിഷമത്തിലും മാനസിക പ്രശ്നത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയത്തില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് പലർക്കും കുറച്ച് ഇറിറ്റേഷൻ തോന്നുന്നു എന്നറിയാം. പക്ഷേ എന്തെന്നറിയത്തില്ല, ഞാൻ ഈ എനർജി ടൈമിൽ മാത്രമാണ് എനിക്ക് ഈ റിപ്പീറ്റ് വരുന്നത്. ഒന്ന് സഹകരിക്കുക, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായി മാറും. എനർജി വരുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളും ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് പോകുന്നുണ്ട്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അരോചകത്വമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്, അവർക്കത് ഇറിറ്റേഷൻ ആകുന്നു എന്നുള്ള രീതിയിൽ. ഒന്ന് തൽക്കാലത്തേക്ക് ക്ഷമിക്കുക, ഞാനത് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തോളാം. ഓക്കെ, മറ്റു ചില വ്യക്തികൾ ചോദിച്ചു എന്താണ് ഫെമിനാൻ എനർജി, മസ്കുലൻ എനർജി, അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഫെമിനാൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൽ 2 തരം എനർജി ഉണ്ട്. ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും എനർജി ഉണ്ട്. ആണിലാണെങ്കിൽ ഒരു ഫീമെയിൽ എനർജി എങ്ങനെയായിരിക്കും കാണിക്കുന്നത്? ഒരുപാട് കെയറിങ് ചെയ്യും, ഫുഡ് വാരി കൊടുക്കാൻ കാണിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്ത് തലോടി, ഒരു വേദനയൊക്കെ വരുമ്പോഴത്തേക്ക് തലോടി കൂടെ നിൽക്കുന്ന ഒരു നല്ല സ്നേഹം, ഒരുപാട് സ്നേഹം പ്രകടമാക്കി സ്നേഹം കാണിക്കുന്ന ഒരു എനർജി ചില ആണുങ്ങളിൽ കാണുകയാണെങ്കിൽ അവരിൽ ഫെമിനാൻ എനർജി കൂടി ഉണ്ട്. ഫെമിനാൻ എനർജി എല്ലാത്തിനും ക്ഷമയും കരുണയൊക്കെ ഉള്ള ഒരു എനർജിയാണ് ഫെമിനാൻ എനർജി. മസ്കുലൻ എനർജി കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, എല്ലാ വ്യക്തികളിലും ഫെമിനാൻ എനർജിയും മസ്കുലൻ എനർജിയും ഉണ്ട്, പക്ഷേ ഇതിൽ അളവിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ഡെത്ത് ആൻഡ് റീബർത്ത് എന്താണ്. മദർ യൂണിവേഴ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് എന്തോ ഒഴിഞ്ഞുപോയി. തേർഡ് പാർട്ടി ആയിരിക്കാം, തേർഡ് പാർട്ടി ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ 4 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അവരൊരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് വന്ന വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ചീറ്റ് ചെയ്ത വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്നു, പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത ഒരു വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്ന് ഡെത്ത് ആയിരിക്കുന്നത്. ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു പോയിരിക്കുന്നത്, റിലേഷൻ അവസാനിച്ചിരിക്കുന്നത്. അവരൊരുപാട് സെലിബ്രേഷനും എൻജോയ് ചെയ്ത വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചിരിക്കുന്നത്. അവരുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വന്ന ആ ഒരു റിലേഷൻ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ആ വ്യക്തിയാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അവർ ഒഴിഞ്ഞു പോകുന്നതായിട്ടുള്ള കാർഡ് കൂടി വന്നിട്ടുണ്ട്. അവരുടെ ലൈഫ് ഒരുപാട് പ്രശ്നമായിരുന്നു, അതിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു. അടുത്തത് വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ട്സ് ആണ്. അവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര അബണ്ടൻ്റായിട്ടുള്ളൊരു കാര്യം എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നു. എന്തായാലും റിലേഷൻ അവസാനിച്ചു, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ അവസാനിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളായിരിക്കാം, എന്തായിരുന്നാലും അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് 8 ഓഫ് വാണ്ട്. ചിലപ്പം ഇതിപ്പോൾ സംഭവിച്ചിട്ടില്ലായിരിക്കും, ഇനി അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാവുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, ഒരു പക്ഷേ ഇപ്പോൾ അവരുടെ കൂടെ കാണുമായിരിക്കാം, ചിലപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ഒഴിഞ്ഞു പോക്ക് കാണുമായിരിക്കാം. അടുത്ത 8 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് 8 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു സഡൻ ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരുന്നത്. അയ്യോ, കാരണം താഴെ പോയി. സഡൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ സുഹൃത്ത്, ജീവിതത്തിന് മുമ്പുണ്ടായിരുന്ന വ്യക്തി നിങ്ങളായിരിക്കാം, നിങ്ങൾ തന്നെയാണ്. കാരണം വിട്ടൊഴിഞ്ഞു പോയത്, നിങ്ങളെ ഉപേക്ഷിച്ച് പോയില്ലേ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ഒരു ന്യൂ ബിഗിനിങ്, സഡൻ ആക്ഷൻ ഉണ്ടാകാൻ പോകുന്നു. ആരാണ് വരുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്ക് 6 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് അവർക്ക് മുമ്പേ റിലേഷൻ ഉണ്ടായിരുന്നു, നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ പേഴ്സണിലേക്ക് പെട്ടെന്ന് വരികയാണ്. അപ്പം ഞാൻ ആരാണ് വരുന്നത് എന്നുള്ളതിന് ഓവറോൾ എനർജി വന്നത് വിട്ടുപോയത്, നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ പോയതാണ്. ആ വ്യക്തിയാണ് തിരിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നത്. അപ്പം നിങ്ങൾ തന്നെയാണ് ചെല്ലുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു റീയൂണിയൻ വരുന്നു എന്നർത്ഥം. നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, റീയൂണിയൻ്റെ കാർഡ്. ഇപ്പോൾ റീയൂണിയൻ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ.
താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഇവിടെ എന്തുകൊണ്ടാണ് 6 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? സാമ്പത്തികമായിട്ട് എന്ത് ഇടപെടലാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കുന്നു? അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സാമ്പത്തികം ഇവിടെയും സെയിം ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള 5 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. സമ്പത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് 6 ഓഫ് വാണ്ട്. അത് ഉറപ്പിക്കാം. നിങ്ങളുടെ പേഴ്സൺ സാമ്പത്തികമായിട്ട് ഭയങ്കര സ്ട്രഗിൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയാണ്. മാനസികമായി ഭയങ്കര ടെൻഷനാണ് സംഭവിക്കുന്നത്. ഈ സെയിം കാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ കാർഡാണിത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ പൈസയ്ക്ക് വേണ്ടി ആരുമായിട്ടോ തല്ലോ വഴക്കോ കൂടുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എവിടെയോ പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് കിട്ടാതെ മാനസികമായി സ്ട്രഗിളാണ്. ഒരുപാട് ടെൻഷന് വേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവർ ഒരുപാട് മാനസിക പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുകയും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിൻ്റെ പിറകെ നടക്കുന്നതായിട്ടുള്ള സന്ദർഭങ്ങളാണ് ഈ ഒരു സമയം കണ്ടുവരുന്നത്. ഓക്കെ, ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സണുള്ള എനർജി എന്താണെന്ന് നോക്കണം. യൂണിവേഴ്സ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് നൽകണമേ. യൂണിവേഴ്സിൻ്റെ എനർജി ഞാൻ ഈ കാർഡിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. താങ്ക് യു ആണ്. വ്യൂസിനെ സംബന്ധിച്ച്, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്ത് എനർജിയാണുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, അപ്പം നിങ്ങൾ തേർഡ് പാർട്ടി കഴിഞ്ഞ് പോയി നിങ്ങളിലേക്ക് കപ്പിൻ്റെ എനർജി വന്നു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് തന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു. കപ്പിൻ്റെ എനർജി വന്നു. താങ്ക് യു. ഇത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികളുടെ ലൈഫിലേക്കും ഇത്രത്തോളം സ്നേഹം ഒഴുകി വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങളുടെ റിലേഷന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുകയാണ്. ഓക്കെ, അവരിപ്പം എന്ത് തന്നെ ആയിരുന്നാലും അവർ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് പണത്തെക്കുറിച്ചായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിക്കുന്നത് പണത്തെക്കുറിച്ചായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് തന്നെ പണത്തിന് വേണ്ടിയിട്ടായിരിക്കും. പോക്കും വരവും എല്ലാം പണം സമ്പാദിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പണത്തിൻ്റെ പ്രശ്നത്തിനോ യാത്രയും ആ പണം അവിടെ ചോദിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണം ചോദിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ ആരുടെങ്കിലും പണത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരു പ്രശ്നത്തിൽ പോകുന്നത്. ഈ ഒരു സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങളെ അവർ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അവർ ചിലപ്പം ഈ ഒരു സമയത്ത് റൂഡ് ബിഹേവിയർ കാണിച്ചെന്നിരിക്കും. കാരണം അവരവരുടെ ഐസൊലേഷനാണ്. അവരിപ്പം കൂടെ വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം താമസിക്കുന്നെങ്കിൽ പോലും അവരിപ്പം മാനസികമായി ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം ഇവിടെ ബിൽഡിംഗ് എല്ലാം ദൂരെയാണ്. ബിൽഡിംഗ് എല്ലാം ദൂരെയായിട്ട് അവർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അത് സ്വന്തമായിട്ടൊരു ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത്. സ്വന്തമായിട്ട് കല്ല് വെച്ചുള്ള ഇരിപ്പിടം. അപ്പം പൈസയ്ക്ക് വേണ്ടി സ്വന്തം രാജാവായിട്ട് ഇരിക്കുന്ന വ്യക്തിയാണ്. സ്വന്തം അധികാരം, ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ചു, ഞാൻ രാജാവാണ് എന്നുള്ളൊരു അഹംഭാവമൊക്കെ അവർക്കുണ്ട്. ഞാനാണ് ഇതെല്ലാം സമ്പാദിച്ചത്, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സമ്പാദിപ്പിച്ചു എന്നുള്ളൊരു ചിന്തയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന വ്യക്തിയൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ നിങ്ങളെ ഉപേക്ഷിച്ച് കളയാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ആ നെഞ്ചത്തോടിരിക്കുന്ന പെൻഡിക്കിൾ നിങ്ങളാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി തന്നിട്ടില്ലെങ്കിൽ അവർ ഒരുപാട് വർക്ക് ചെയ്യാൻ, ഇനി നിങ്ങൾക്ക് എഫേർട്ട് ഇടുവാൻ, ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ തയ്യാറാകുകയാണ്. കാരണം റിലേഷൻ ഡെത്തായി പോയതാണ്. നിങ്ങളുടെ റിലേഷൻ വീണ്ടും ഡെത്താണ് വന്നിരിക്കുന്നത്. ഈ റിലേഷൻ ഡെത്തായി പോയിരിക്കുന്നതാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ ഡെത്തായി. വീണ്ടും നിങ്ങളുടെ പേഴ്സൻ്റെ കാർഡിൽ എനർജിയിൽ ഡെത്ത് വന്നിരുന്നു. ഇവിടെ അതേ ഡെത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ന്യൂ ബിഗിനിങ് ആണ്. അവിടെ ഒരു റിലേഷൻ അവസാനിപ്പിച്ച് ഇവിടെ ഒരു റിലേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുകയാണ്. ഓക്കെ, ഒരു യാത്രയാണ് കാണുന്നത്. നിങ്ങളടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. ചിലപ്പോൾ മാനസികമായിട്ട് നിങ്ങൾ ദൂരെയാണെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളിപ്പോഴുള്ളതെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ഒന്ന് കാണണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. 2 മുതൽ 2 മാസത്തിനകം ഈ ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ കാണുന്നതായിരിക്കും. 2 ആഴ്ച മുതൽ 2 മാസത്തിനിടയ്ക്ക് വെച്ച് റീയൂണിയൻ കാണുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളോട് മറ്റെന്തെങ്കിലും വിഷയം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ അതിനെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യുവാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളോട് ഒരുപാട്
പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളോട് ഉണ്ടായിരുന്ന എല്ലാ ദേഷ്യങ്ങളും അവർ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയത്തിൻ്റെയോ മറ്റോ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഏസ് ഓഫ് ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സ്നേഹം നിങ്ങളോട് ഇപ്പോൾ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. മനസ്സിന് ഇപ്പോൾ സ്ട്രെങ്ത് കുറവാണ്, മാനസികമായി തളർന്ന അവസ്ഥയാണ്. കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്, തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് പോയതിലുള്ള പ്രശ്നങ്ങളുണ്ട്, പിന്നെ നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആക്കിയതിനുള്ള ധൈര്യക്കുറവുണ്ട് നിങ്ങളടുത്തോട്ട് വരുന്നതിന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രെങ്ത് വേണം, അതിനുള്ള കാലതാമസം എടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മാനസിക നില ഒന്ന് നേരെയാകുന്നത് വരെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. എത്ര മറക്കാൻ ശ്രമിച്ചിരുന്നാലും അത് മാഞ്ഞു പോകാതെ വീണ്ടും വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നന്മ തിന്മകൾ രണ്ടും വരും. നിങ്ങളോട് ചെയ്ത കാര്യങ്ങളും നിങ്ങൾ അവരോട് ചെയ്തതും പിന്നെ നിങ്ങൾ ചെയ്ത നല്ല സ്നേഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരാം, നിങ്ങളിലേക്കുള്ളൊരു വഴി അന്വേഷിക്കുകയാണ് അവർ. ഓക്കെ, ഇവിടെ പിറകിൽ കാണുന്നതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഉയരത്തിലേക്കുള്ള നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ഈ റിലേഷനെ എങ്ങനെ പണിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇവിടെയും അത് തന്നെയാണ് നടക്കുന്നത്. തകർന്നു പോയ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ പണിത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്തതായ നെഗറ്റീവ് തോട്ടുകളെല്ലാം അവരുടെ ലൈഫിൽ നിന്ന് അവർ ഉപേക്ഷിക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ് ഏസ് ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഒരു ചുഴിയിൽ പെട്ടതുപോലെ നിങ്ങളുമായിട്ടുള്ള ഷിപ്പിനെ കുറിച്ച് അവർക്ക് രാപകലില്ലാതെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകൾ. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻഡിക്കിൾ ആണ്. 4 ഓഫ് പെൻഡിക്കിൾ നമുക്ക് നോക്കാം. ഇവിടെ എല്ലാ രാശികളും വന്നിട്ടുണ്ട്. നിങ്ങൾ രാശിയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ രാശിയും ഇതിലുണ്ട്, നിങ്ങളുടെ പേഴ്സൻ്റെ രാശിയുമുണ്ട്. കാരണം 12 രാശികളും ഇതിൽ വരാറുണ്ട്. എല്ലാ കാർഡുകളും എടുത്ത് വരുന്നത് കൊണ്ട് എല്ലാ രാശികളും ഇതിൽ ഇൻക്ലൂഡാണ്. നമ്പേഴ്സിലും നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട. എല്ലാ നമ്പേഴ്സും ഇവിടെ വരുന്നുണ്ട്. കാരണം ഞാൻ എടുക്കുന്ന കാർഡിൽ ഏകദേശം ഒരു 10-15 കാർഡ് കൂടുതൽ ഞാൻ എടുക്കാറുണ്ട്. റെസനേറ്റ് ആകുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് മാത്രം നോക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്ത് എടുക്കുകയാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി തന്നെ നിങ്ങളിലേക്ക് വരണം. ചിലപ്പം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികം തിരിച്ചു തരണം. അതിന് വേണ്ടിയിട്ടുള്ള മാനസിക ഒരുക്കത്തിലാണ്. ഇവിടെയും കാണിക്കുന്നത് സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. 2 സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. രണ്ടിലും നിങ്ങളുടെ പേഴ്സൺ ശക്തിയില്ല, മാനസിക ശക്തി കുറവാണ്. ഈ ഒരു സമയത്ത് മാനസിക ശക്തിക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. ഓക്കെ, എന്തിനാണ് മാനസിക ശക്തി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളിലേക്ക് ഓടി എത്തണമെന്ന് അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് എത്തണം, പക്ഷെ അതിനുള്ള മാനസിക ധൈര്യം അവർക്കില്ല. അടുത്തത് ഡെത്ത് കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്താണ് സൺ കാർഡ്? നിങ്ങളിലാണ് ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ റിലേഷൻ മറ്റേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എടുത്തപ്പം, നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്ങിൽ എടുത്തപ്പം ഒരു വ്യക്തി അവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നാണ് അവിടെ ഡെത്ത് കാർഡ് കാണിച്ചത്. ഇവിടുത്തെ ഡെത്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ അവിടുന്ന് വന്ന് ഇവിടെ ചേർന്നു. ഓക്കെ, സൺ കാർഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. എത്രയും പെട്ടെന്ന് എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലേക്ക് അവരുടെ ആ സന്തോഷത്തെ കൊണ്ടുവരട്ടെ. അവരുടെ പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ എനർജി ഇപ്പോൾ തന്നെ അവരിലേക്ക് കടന്നു വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അവരുടെ പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് വന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നതെന്ന് നോക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പ്ലീസ് ഗൈഡ് മി വിത്ത് യൂണിവേഴ്സ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നുണ്ട്. പിന്നെ അവർ നിങ്ങളിലേക്ക് ശ്രദ്ധിച്ചില്ല, നിങ്ങളെ ഉപേക്ഷിച്ച് നിർത്തിയിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടും ഇതുപോലെ കൊണ്ട് നടന്നിട്ട് ഒരു വ്യക്തി എങ്ങനെയാണോ അവരുടെ മടിത്തട്ടിൽ ഒരു വ്യക്തിനെ കൊണ്ട് നടക്കുന്നത്, അമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് നടന്നു. നിങ്ങളുടെ ചുറ്റും എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പിറകെ വരാൻ 100 കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ നല്ല നിലയിലായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു, ജോലിയുണ്ട്, നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. പക്ഷേ എന്നിട്ടും നിങ്ങളുടെ പേഴ്സണായിരുന്നു പ്രയോറിറ്റി നൽകിയിരുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് യാതൊരു വാല്യൂ അല്ലെങ്കിൽ ഒന്നും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളുമായിട്ട് ചേർന്ന് അതെല്ലാം ലഭിച്ചു ഒരു സ്ട്രെങ്ത് ആയതിനു ശേഷം നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ സെലക്ട് ചെയ്തു നിങ്ങളോട് ഈ കാണിച്ച ദേഷ്യങ്ങൾ, നിങ്ങളടുത്ത് ഒരുപാട് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാത്ത രീതിയിൽ, ഒരു വ്യക്തി പോലും ക്ഷമിക്കാത്ത രീതിയിലുള്ള പല വാക്കുകളും നിങ്ങളെ അപമാനപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ഈ നിങ്ങളുമായിട്ടൊരു ഫേസ് ടു ഫേസ് വരത്തില്ല എന്ന് വിചാരിച്ച്
എന്നത്തേക്കുമായിട്ട് ആ റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോയ വാക്കുകളായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണത്തില്ല തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് പോകുമെന്നും തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ അവസരമുണ്ടാകുമെന്നും ഒന്നും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത് വിളിച്ച് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് അനാവശ്യം വിളിച്ച് പറയുന്ന സമയത്ത് ഓർത്തില്ല. ഇപ്പം അങ്ങനെയൊക്കെ ഒരുപാട് വിളിച്ച് പറഞ്ഞല്ലോ, ഇത്രയും നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയെ വിളിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയത്ത് മനസ്സിൽ ഓർമ്മ വന്നിട്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയന് വേണ്ടിയിട്ട് അവർക്ക് മാനസികമായിട്ട് ഉറപ്പില്ല. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഭയമാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ, നിങ്ങൾ അതെല്ലാം മനസ്സിൽ വെക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ചെറിയ ഭയത്തിൽ കൂടിയാണ് പോകുന്നത്. ഒരു മാനസിക സ്ട്രെങ്ത് എടുക്കുന്നതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അന്വേഷിക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഏതെങ്കിലും ഫ്രണ്ട്സുകൾ വഴിയായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്നേഹമൊക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നു എന്ന് മനസ്സിലായി നിങ്ങളെ ഒളിച്ചും പാത്തും ഒക്കെയാണ് നോക്കുന്നത്. നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കാം. ആ മെസ്സേജൊക്കെ ഇപ്പോഴായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അന്ന് നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി അവർക്ക് അയച്ച മെസ്സേജ് പോലും ഈ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ ആക്കി നോക്കുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താൻ അവർ ആഗ്രഹിക്കുന്നു. സ്പീഡിനാണ് വരുന്നത്. ഓക്കെ, ലൈഫിൽ ഒരുപാട് കൊടുങ്കാറ്റും കാര്യങ്ങളും എല്ലാം അടിക്കുമ്പോഴും നിങ്ങളും അതുപോലെ എനർജിയാണ്. നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് വന്നതും പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഫേസ്ബുക്കിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഇവിടെ നിൽക്കുന്നത് 2 കിളികൾ കാണുന്നുണ്ടല്ലോ, ആ കിളികളെന്ന് പറയുന്ന മെസ്സഞ്ചറാണ്. മറ്റ് വ്യക്തികളിൽ നിന്ന് മെസ്സേജ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എവിടെയാണ്, എന്താണ്, ആരോടാണ് മിണ്ടുന്നത്, അവർക്ക് സുഖമായിരിക്കുന്നുണ്ടോ, അവർ റിലേഷനിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട്സ് മുഖേന അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ആ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളെ കാണാൻ വരാമോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ബാലൻസുകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. യൂണിവേഴ്സുമായിട്ട് ചിന്തിക്കുന്നുണ്ട്, പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി. ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാം ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. താങ്ക് യു. ഈ പോസിറ്റീവ് എനർജി എൻ്റെ വ്യൂസിന് തന്ന യൂണിവേഴ്സിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. ഇപ്പോൾ ഈ റീഡിങ് കേൾക്കുമ്പോൾ എൻ്റെ വ്യൂസിൻ്റെ മനസ്സെല്ലാം ശാന്തമായി അവർക്ക് സമാധാനം കിട്ടിയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഈ കാർഡുകളെല്ലാം വന്ന് അവർക്ക് ഏറ്റവും സമാധാനം കൊടുത്ത യൂണിവേഴ്സിന് 1000 നന്ദി. താങ്ക് യു. ഓക്കെ, നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ എനർജിയെ ബേസ് ചെയ്ത് എൻ്റെ വ്യൂസിൻ്റെ റിലേഷനെ പ്രതി വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 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 പ്ലീസ് ഗൈഡ് മീ. ഓയ്യോ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് സമാധാനം കൊടുക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് സമാധാനം കൊടുക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്. ഒരു ലൈഫ് അഫർമേഷൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് തന്നതിനാൽ, മെസ്സേജ് തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് പഴയതൊക്കെ മറക്കാം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയുന്നത്. നമുക്കൊന്ന് പുതുതായിട്ട് നമ്മുടെ ജീവിതം പുതുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. കറക്റ്റ് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മെസ്സേജ് തന്നതിനാൽ ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ വ്യൂസിന് സമാധാനം തന്നതിനായി നന്ദി. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ്, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണം, ഈ ജീവിതം മുഴുവനും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ മറക്കുക. എനിക്ക് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണം, എൻ്റെ റിലേഷൻ, എൻ്റെ ജീവിതം നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മുഴുവൻ ജീവിതവും നിങ്ങൾക്ക് വേണ്ടി തരണമെന്ന് അവരാഗ്രഹിക്കുകയാണ്. ഓക്കെ, നിങ്ങളാണ് സ്ട്രെങ്ത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരേറ്റവും സ്ട്രെങ്ത് ആയിരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. അവർ ചില സമയത്ത് ഏറ്റവും കുഞ്ഞാടിനെ പോലെ ഇരുന്ന, അല്ലെങ്കിൽ ഒന്നിനും എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഇത്രയും സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോഴും പറയുന്നത് മറ്റെവിടെയും അന്വേഷിച്ചിട്ട് നിങ്ങളെപ്പോലൊരു വ്യക്തി അവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന്
അവർ മനസ്സിലാക്കിയിരിക്കുന്നു, അവർ പഠിച്ചിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയത്തില്ല, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എനിക്ക് നിന്നെ വിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്ന് എൻ്റെ വ്യൂവേഴ്സിനെ സമാധാനപ്പെടുത്തിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയവർ എടുക്കുക, റെസനേറ്റ് ആവാത്തവർ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ള റീഡിങ് വീണ്ടും വരുന്നതായിരിക്കും. കാരണം ഒരുപാട് പേര് നോക്കുമ്പോൾ ഡെയിലി നോക്കുന്നവരുടെ റീഡിങ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ വരണമെന്നില്ല. ചിലപ്പം വേദനയുള്ളത് വരും, വേദനയില്ലാത്തത് വരും. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ റീഡിംഗ് ആണെങ്കിൽ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ലൈക്ക് ചെയ്യുക. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ റെസനേറ്റ് ആയി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. യൂണിവേഴ്സിന് നന്ദി പറയുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദയവായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നിങ്ങൾ അറിയിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു.